അതുപോലെ തന്നെ ഖുതുബയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖുതുബ വേളയിൽ നമ്മുടെ സഫുകളെല്ലാം ചൊവ്വായിരിക്കാൻ. ഖുതുബ ഖളാ നിസ്കാരം പോലും നിർവഹിക്കാൻ പാടില്ല. ചില ആൾ വന്ന് ഖളാ നിസ്കാരം സുബഹി ഖളാ വിട്ടുന്നാണ് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം സുബഹി നിസ്കരിക്കട്ടെ പിന്നെ ഖുതുബ ഓതാം, അല്ല ഖുതുബ പിന്നെ നിസ്കരിക്കാം. അങ്ങനെ ഖുതുബ ഓതുമ്പോൾ ഖളാ നിസ്കാരം പോലും പാടില്ല. വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ആ ഖുതുബ വീക്ഷിച്ചിരിക്കണം. അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഭാഷയാണല്ലോ, ഭാഷയിലെ ഓതാനുള്ളത്. അത് ഏത് ഭാഷയാകട്ടെ, അറബി ഭാഷയിലാണ്. ഏത് രാജ്യത്ത് അവരുടെ ഭാഷ അനുസരിച്ചല്ല. അപ്പൊ നമ്മൾ പറയും മലയാളത്തിലാണ് ഓതാനുള്ളത്. ചില പുത്തൻവാദികളാണ് മലയാളത്തിൽ ഓതുന്നത്. അപ്പൊ നമ്മൾ മലയാളി, അപ്പൊ ഇവിടെ ബംഗാളികളുണ്ടെങ്കിൽ അവർക്ക് ഏത് ഭാഷയിൽ ഓതി കൊടുക്കും? ഇപ്പൊ മലയാളികളുണ്ട്, ബംഗാളികളുണ്ട്, പിന്നെ വേറെ സംസ്ഥാനത്തിലെ പല തമിഴന്മാരുണ്ട്, കന്നഡക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി ഖുതുബ ഓതാൻ പറ്റും. അപ്പൊ എല്ലാവരും ഖുതുബ അറബിയിൽ അങ്ങനെ ഓതുക. അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ അർത്ഥം പഠിക്കാത്തതിന് അല്ലാഹു കുറ്റക്കാരനല്ലല്ലോ, നമ്മളല്ലേ കുറ്റക്കാർ. അത് പോകാത്തതിനും പഠിക്കാത്തതിനും എന്തായാലും അതിന് അർത്ഥം മനസ്സിലായില്ലെങ്കിലും ഖുതുബയ്ക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് ആ ഖുതുബയൊന്നും കിട്ടാതിരിക്കില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഖുതുബ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ സഫുകൾ ചൊവ്വായിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന തസ്വിയത സഫ് മിൻ തമാമിസ് സ്വലാഹ്. നമസ്കാരത്തിന്റെ പൂർത്തീകരണമാണ് സഫ് ശരിയാക്കുക. സഫുകൾ ശരിയാക്കി നിൽക്കുക എന്നുള്ളത് നമസ്കാരത്തിന്റെ പൂർത്തീകരണമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അഖീമുസ് സുഫൂഫ, നിങ്ങൾ സഫുകൾ ചൊവ്വാക്കി നിൽക്കണം. ഒരു സഫിൽ പകുതി, പിന്നെ അടുത്ത ആൾ വന്നിട്ട് അതിന്റെ പുറകില്. അങ്ങനെയല്ല, ഓരോ സഫുകൾ വരുന്ന ആളുകൾ സഫുകൾ പൂർത്തിയായി പുറകോട്ട് നിൽക്കണം. വഹാദു ബൈനൽ മനാകിബി, സഫുകൾ നിൽക്കുമ്പോൾ തോളുകൾ ചേർന്ന് നിൽക്കണം. നിങ്ങളുടെ തോളുകൾ സഫുകൾ നിൽക്കുമ്പോൾ ചേർന്ന് നിൽക്കണം. അതിന്റെ ഇടയിൽ വിടവുണ്ടാകാൻ പാടില്ല. വിടവുകൾ അടച്ചിട്ട് തോളുകൾ ചേർന്ന് നിൽക്കണം. അത് നമ്മുടെ ശത്രുവല്ലേ, അല്ലെങ്കിൽ അവനെ അടുക്ക് നിൽക്കുന്ന ഇഷ്ടമല്ല എന്നൊന്നും പറ്റൂല. സഫുകൾ നിന്നാല് തോളുകൾ ചേർന്ന് നിൽക്കണം. പിശാചിന് അതിന്റെ ഇടയിൽ കടക്കാൻ ഒരു അവസരം നിങ്ങൾ കൊടുക്കരുതേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പിശാച് നിങ്ങളുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായാൽ, തോളുകൾ അകന്ന് നിന്നാൽ അതിന്റെ ഇടയിൽ കയറി നിന്ന് നിങ്ങളെ നിസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് പിശാചുക്കളെ നിങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾ കയറ്റരുതേ. വമൻ വസല സഫാ, ആരെങ്കിലും സഫുകൾ ചേർന്ന് നിന്നുകൊണ്ട് നിസ്കരിച്ചാൽ അല്ലാഹു നിങ്ങളെ ചേർക്കുന്നതാണ്. വമൻ ഖതഅ സഫാ, ആരെങ്കിലും സഫുകൾ മുറിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അല്ലാഹു നിങ്ങളുമായിട്ടുള്ള ബന്ധവും മുറിക്കുന്നതാണ്. അപ്പോൾ അല്ലാഹു ഞങ്ങളുമായിട്ടുള്ള ബന്ധം മുറിക്കാൻ കാരണം സഫുകൾ മുറിക്കുന്നവരാണ്. വളരെ ഗൗരവമാണ്. നമുക്കൊന്നും ചില ആൾക്ക് നിസ്കരിക്കാൻ തുടങ്ങിയാൽ ആദ്യത്തേത് പകുതി, രണ്ടാമത്തേത് മുക്കാല്, മൂന്നാമത്തേത് ഇങ്ങനെ വരുന്ന ആദ്യത്തെ തന്നെ ഇടിച്ച് കയറിക്കോണം. ഓരോ സഫുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് അവിടെ ഫാനില്ല അങ്ങനെയൊന്നുമില്ല. സഫുകൾ പൂർണ്ണമായി നിന്നിട്ട് അടുത്ത സഫിലേക്ക്, ഒരു സഫ് പകുതി രണ്ടാം സഫ് നിൽക്കാൻ പാടില്ല. ഇങ്ങനെ സഫുകൾ പൂർണ്ണമാകുന്നതിലൂടെ അടുത്തടുത്ത് വരുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഖുതുബ ഞാൻ പറഞ്ഞു, ഖുതുബ ആ 2 റക്അത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്താണ് എന്ന് ഞാൻ പറഞ്ഞു. അതാണ് എൻ്റെ മആശമോദി വിളിച്ചു പറയുന്നത്. അപ്പോൾ ഖുതുബകളെ കേട്ടാലേ നമുക്ക് ജുമുഅ പൂർണ്ണമാകും. അപ്പോൾ ജുമുഅയ്ക്ക് വേണ്ടി ഒരാഴ്ച ഒരു ദിവസം നമ്മുടെ ഒരു പെരുന്നാളായി, നമ്മുടെ ആഘോഷ സുദിനമായി, നമ്മുടെ ഒരു ഹജ്ജായി മാറുന്ന ഈ വെള്ളിയാഴ്ച സുദിനത്തിൽ ഖുതുബ കേൾക്കുക എന്നുള്ള നിർബന്ധമായ അത് മനസ്സിലാക്കിയേ പറ്റൂ. അത് കേട്ട് നമ്മൾ അതിന്റെ 2 റക്അത്ത് നിസ്കാരത്തിന്റെ ആ ഒരു കുറവ് ആ ഖുതുബയിലൂടെ നമ്മൾ പരിഹരിച്ചേ മതിയാകും. അവിടെ എപ്പോഴാണ് നമുക്ക് ആ ലിസ്റ്റിൽ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ ജുമയ്ക്ക് പങ്കെടുത്തവനാണ് എന്ന് എപ്പോഴും വരുന്നവനെയാണ് അത് രേഖപ്പെടുത്തുന്നത്. ഏതിനു ശേഷം വന്നാൽ അവനെ ലിസ്റ്റിൽ നിന്ന് അള്ളാഹു തആല അവന്റെ മലക്കുകൾ വെട്ടിക്കളയുമെന്ന ഹദീസൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.